തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയ കെ സ്മാർട്ടിലെ നിബന്ധനകൾ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കലിന് തിരിച്ചടിയാകുന്നു. ലൈസൻസ് പുതുക്കാനുള്ള സമയപരിമിതി ജൂൺ 30-ന് അവസാനിക്കാനിരിക്കെയാണ് കെ സ്മാർട്ട് നിബന്ധനകൾ ചെറുകിട വ്യാപാരികൾക്ക് ഊരാക്കുടുക്കായത്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിലെ വ്യാപാരികളാണ് ലൈസൻസ് പുതുക്കേണ്ടത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് ഉറപ്പു നൽകിയെങ്കിലും നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടില്ലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. ലൈസൻസ് പുതുക്കലിന് അപേക്ഷയോടൊപ്പം സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്നും സെപ്റ്റംബർ വരെയുള്ള കെട്ടിട നികുതി അടച്ച രസീത് അപ്ലോഡ് ചെയ്യണമെന്നുൾപ്പെടെ നിബന്ധനകളാണ് വ്യാപാരികളെ വലയ്ക്കുന്നത്. ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇവിടെ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങി പോകുന്നു. ഒന്നും നടക്കുന്നില്ല. ഓരോ ദിവസങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്. കെ സ്മാർട്ട് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ പ്രായോഗികമല്ല. അതുമാത്രമല്ല, ഈ കെ സ്മാർട്ട് നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത് കേരള സംസ്ഥാനത്ത് തന്നെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല, പഞ്ചായത്തുകളിലില്ല. അയൽ പഞ്ചായത്തുകളിലുള്ള കച്ചവടക്കാരുടെ വയ്ക്കുമ്പോൾ അവർക്ക് നിയമങ്ങളൊന്നുമില്ല. അവർ സുതാര്യമായി പൊറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിലേക്കാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ 4-5 ദിവസത്തിലേറെയായി ഇവിടെ വന്നിറങ്ങി പോകുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്. അതായിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ നീതി അടക്കണം, അതൊക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ ഹരിതകർമ്മസേനയുടെ പുസ്തകം അതൊരു വർഷത്തേക്ക് എടുക്കണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ 1500 രൂപ അടച്ചിട്ടാണ് ഇപ്പോൾ ആ പുസ്തകം എടുത്തത്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.